മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ വ്യക്തതയുണ്ടായോ എന്നാണ് ചോദ്യം. വ്യക്തതയുണ്ടായി എന്നാണ് എൻ്റെ നിലപാട്. ചുരുങ്ങിയ പക്ഷം 5 പേർക്കെങ്കിലും മുഖ്യമന്ത്രി ഇന്ന് തൻ്റെ പത്രസമ്മേളനത്തിലൂടെ മറുപടി വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് പ്രതിപക്ഷത്തിനെ ജയറാം പടിക്കലിൻ്റെ പരാമർശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി RSS ബന്ധത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. വളരെ വ്യക്തമായ മറുപടി. രണ്ടാമത്തെ വ്യക്തമായ മറുപടി PV അൻവറിനാണ് കൊടുത്തിരിക്കുന്നത്. PV അൻവർ, നിങ്ങൾ ഒരു ഇടതു സ്വതന്ത്രനായ MLA എന്ന നിലയിൽ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്കൊരു പിന്തുണയും മുഖ്യമന്ത്രി എന്ന നിലയിലോ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലോ എൻ്റെ ഭാഗത്തു നിന്നില്ല എന്ന് പൂർണ്ണമായും PV അൻവറിനോട് മുഖ്യമന്ത്രി വ്യക്തമായ ഭാഷയിൽ തന്നെ പറയുന്നു. അന്വേഷണം നടത്തിയതിനു ശേഷമേ ADGP MR അജിത് കുമാറിനെ മാറ്റൂ. P. ശശിക്കെതിരെ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ അത് കേവലം ആരോപണങ്ങൾ മാത്രമാണ്. ആ ആരോപണങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെ മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, P. ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. PV അൻവർ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പരാജയമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ PV അൻവറിനോട് മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയുന്നു P. ശശി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ PV അൻവറിനോട് പറയുന്നു, ഇതാ ഞാൻ താങ്കളുടെ വാദത്തെ പൂർണ്ണമായും തള്ളുന്നു. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നമ്മളടക്കം പറഞ്ഞത് അരമണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തിയെന്നും ആ കൂടിക്കാഴ്ചയിൽ താൻ തൃപ്തനാണെന്നും PV അൻവർ പറയുന്നു. എല്ലാം കേട്ടിട്ടുണ്ടെന്നും അന്വേഷണം നടക്കും എന്നും പറയുന്നു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി അതും തള്ളുന്നു. ആകെ 5 മിനിറ്റ് മാത്രമേ കൂടിക്കാഴ്ച നടന്നിരുന്നുള്ളൂവെന്നും ആ 5 മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടുവെന്നും പക്ഷേ അതിനു മുൻപ് തന്നെ തൻ്റെ ഓഫീസ് PV അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നും PV അൻവർ തൻ്റെ ഓഫീസിൽ നിന്നുള്ള ഫോൺ കട്ട് ചെയ്തു എന്നിന്ന് പരസ്യമായി തന്നെ അദ്ദേഹം പറയുകയാണ്. PV അൻവർ പറഞ്ഞത് പിന്തുടർന്നുകൊണ്ട്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ PV അൻവറിനെ മുഖ്യമന്ത്രി ആ അടിസ്ഥാനത്തിൽ കൈവിട്ടിരിക്കുന്നു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് മുഖ്യമന്ത്രി അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഒരു പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ രാഷ്ട്രീയമായും PV അൻവറിനെ തള്ളുകയാണ്. ഇതൊരു ഇടതുപക്ഷ ലൈനല്ല. അവിടെയാണ് മുഖ്യമന്ത്രി ഒരു പടി കൂടി കടന്ന് പറയുന്നത്. ആ പറയുന്നത് PV അൻവറിന് മാത്രമുള്ളതല്ല, ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന സഖാക്കൾക്കുള്ള മറുപടി കൂടിയാണ്. കോൺഗ്രസ് സംസ്കാരമുള്ളയാളാണ് PV അൻവർ എന്ന് പറയുന്നു. ശരിയാണ്. 2016 വരെ കോൺഗ്രസ് സംസ്കാരമായിരുന്നു. 2016 മുതൽ 2024 കേവലം 8 വർഷമേ ആവുന്നുള്ളൂ പിണറായി വിജയനോടൊപ്പം PV അൻവർ യാത്ര ആരംഭിച്ചിട്ട്. അതുവരെ PV അൻവർ നിന്നത് കോൺഗ്രസ് ബ്ലോക്കിലാണ്. പക്ഷേ ഇന്ന് PV അൻവർ ഒരു പടി കൂടി കടന്നതിനെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ ന്യായീകരിക്കുകയാണ്. എന്താണ് പറയുന്നത്? താൻ EMS നമ്പൂതിരിപ്പാട് KPCC സെക്രട്ടറി ആയിരുന്നത് പോലെയാണ് ഇപ്പോൾ ഇടതുമുന്നണിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി എന്താണോ ഉദ്ദേശിച്ചത് അത് പാർട്ടി അണികൾക്ക് ബോധ്യപ്പെട്ടു. കാരണം EMSനെ താനുമായിട്ട് ബന്ധപ്പെടുത്തുക ചെയ്യുന്നത് 8 വർഷം മാത്രം, അതും പാർട്ടി അംഗം പോലുമല്ലാത്ത PV അൻവർ ഇടതനുഭാവിയായി തുടരുമ്പോൾ EMS നമ്പൂതിരിപ്പാടിനെ പോലെയാണ് പാർട്ടി KPCC സെക്രട്ടറി ആയിരുന്നു, ഞാനും കോൺഗ്രസിൻ്റെ അനുഭാവിയായിരുന്നു എന്ന് പറയുന്നതിലൂടെ മുഖ്യമന്ത്രി എന്താണോ ഉദ്ദേശിച്ചത് ആ കോൺഗ്രസ് സംസ്കാരം അത് വളരെ ഗുരുതരമായ അണികളിൽ ആശങ്കയുണ്ടാക്കുകയും PV അൻവറിനോടൊപ്പം നിൽക്കുന്ന അണികളിൽ പോലും ആശങ്കയുണ്ടാവുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി വളരെ വ്യക്തമായ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ വ്യക്തത വരുത്തിയിരിക്കുന്നത് CPI ഘടകകക്ഷികളോടാണ്. ഘടകകക്ഷികളോട് RJDയോടും CPIയോടും NCPയോടും പറയുന്നു, പ്രകാശ് ബാബുവിനോട് വളരെ വ്യക്തമായി പറയുന്നു, ADGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതെങ്കിലും ആളുകൾ ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് മാറ്റില്ല, ഒരു അന്വേഷണത്തെ തുടർന്ന് മാത്രമേ മാറ്റൂ. പ്രകാശ് ബാബു എന്താ പറഞ്ഞിരുന്നത്? ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെയല്ല രാഷ്ട്രീയ നയവ്യതിയാനം സംഭവിച്ച ഉദ്യോഗസ്ഥനെ മാറ്റേണ്ടത്, അതൊരു രാഷ്ട്രീയ തീരുമാനമായിരിക്കണമെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് ഉറപ്പിച്ചു പറയുന്നു അത് അന്വേഷണ റിപ്പോർട്ടിലൂടെ മാത്രമേ മാറ്റൂ. അങ്ങനെ CPIക്കും മറുപടി കൊടുക്കുന്നു. മാത്രമല്ല ഘടകകക്ഷികൾ ആരും PV അൻവറിൻ്റെ ആരോപണങ്ങളിൽ നടപടി വേണമെന്ന് LDF ഉന്നയിച്ചിട്ടുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാലാമത് മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നത് പാർട്ടി നേതാക്കൾക്ക് കൂടിയാണ്. താനാണ് ഈ വിഷയത്തിലെ അവസാന വാക്ക്. ഏതെങ്കിലും തരത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തനിക്കെതിരെ പുറപ്പാടിന് വരുന്ന അല്ലെങ്കിൽ അതൊരു സാധ്യതയെ കാണുന്ന അണികളോടും നേതാക്കളോടും മുഖ്യമന്ത്രി പറയുന്നു ഈ വിഷയത്തിൽ ഇതുതന്നെയാണ് എൻ്റെ നിലപാട്. നാലാമത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ PV അൻവറിനെ സൈബറിടങ്ങളിൽ പോലും ചില അനുയായികളും അനുഭാവികളും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കണം, ഈ PV അൻവർ ഉയർത്തിവിട്ടിരിക്കുന്ന ആരോപണങ്ങളും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള വിവാദങ്ങളും യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നത് സ്വർണ്ണക്കടത്തുകാരെയാണെന്നും അതിൻ്റെ ആത്യന്തികമായ ഗുണഭോക്താക്കൾ
ഗുണഭോക്താക്കൾ കരിപ്പൂരിലൂടെ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ അതിലൊരു സംശയത്തിൻ്റെ നിഴലിടുന്നുണ്ട്. ആ സംശയത്തിൻ്റെ നിഴലിന് മറ്റൊരു ഒരു വസ്തുത കൂടിയുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഒരു പടി കൂടി കടന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ശരിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദം നമ്മൾ കേൾക്കുന്നത് എപ്പോഴാണ്? ഇത് നമ്മൾ ഈ ചാനൽ ലോഞ്ച് ചെയ്യുന്ന സമയം മുതൽ കരിപ്പൂർ മേഖലയിലെ വ്യാപകമായ സ്വർണ്ണക്കടത്തിലും പൊട്ടിക്കലും സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അവിടെയും ഇവിടെയും നമുക്ക് ചോദിക്കുമ്പോൾ അറിയാം, പോലീസിൽ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ? കസ്റ്റംസിന് കൊടുക്കേണ്ട സ്വർണം എങ്ങനെയാണ് പോലീസ് തട്ടിയെടുക്കുന്നത്? പോലീസ് എങ്ങനെയാണ് 2022 മുതൽ 200 സ്വർണ്ണക്കടത്തുകൾ കരിപ്പൂർ വിമാനത്താവളം മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2024 BNS നിലവിൽ വന്നതിന് ശേഷം, ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതിന് ശേഷം സ്വർണ്ണക്കടത്ത് അമ്പേ കുറഞ്ഞു. ഒരു കേസാണ് നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്, അതും തൃശ്ശൂർ സ്വദേശിയായ ഒരു കടത്തുകാരൻ്റെ കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 2022-24 വരെ വളരെ വ്യാപകമായി കരിപ്പൂർ വഴി സ്വർണം കടത്തിയിരുന്ന റാക്കറ്റുകൾക്ക് ഭാരതീയ ന്യായ സംഹിത വന്നതിന് ശേഷം സ്വർണം ആ രീതിയിൽ എളുപ്പം കടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഞാനത് വ്യക്തമാക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇന്ന് PV Anwar അറിഞ്ഞോ അറിയാതെയോ അതിൽ ബൈറ്റ് ചെയ്തിട്ടുണ്ട്. PV Anwar എന്താ പറഞ്ഞത്? CRPC 102 പ്രകാരം പോലീസിന് ഈ സ്വർണ്ണക്കടത്തിനെ പിടികൂടി കഴിഞ്ഞാൽ കേസെടുക്കാൻ കഴിയുമായിരുന്നില്ല. അതായിരുന്നു സ്വർണ്ണക്കടത്തുകാരുടെ ലൂപ്പ് ഹോൾ. കാര്യം 102 എന്ന് പറയുന്നത് മോഷണ മുതലാണ്. സ്വർണം കടത്തുക എന്ന് പറഞ്ഞാൽ അത് മോഷണ മുതലല്ല, അതൊരു ഓർഗനൈസ്ഡ് ക്രൈമുമല്ല. ആ CRPC 102 പ്രകാരം ചാർജ് ചെയ്യുന്ന കേസുകൾ ഒരു കാരണവശാലും കോടതി നിൽക്കില്ല. കാര്യം നിങ്ങൾ ഫൈൻ അടച്ചാൽ ഇറങ്ങിപ്പോകാവുന്ന കേസാണ്. ടാക്സ് അടച്ചാൽ മതി. ടാക്സ് അടച്ചാൽ നിങ്ങൾക്ക് ആ കേസിൽ നൂരിപ്പോരാം. അപ്പോൾ CRPC 102 ആനുകൂല്യം കിട്ടിയിരുന്ന കടത്തുകാർക്ക് ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ സെക്ഷൻ 111(1) പ്രകാരം അത് ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ പട്ടികയിൽ വന്നു. എന്നാൽ എന്ന് വെച്ചാൽ പോലീസിന് കൂടുതൽ അധികാരം വന്നു. പോലീസിന് FIR ഇടാം. സ്വർണ്ണക്കടത്തിൽ ഇതുവരെ പോലീസിന് FIR ഇടാൻ കഴിയുമായിരുന്നില്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത വന്നതിനു ശേഷം പോലീസിന് FIR ഇടാമെന്ന സ്ഥിതിവിശേഷം വന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എക്കണോമിക് ഒഫൻസസ് കൂടി, സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ കൂടി ഒരു ഓർഗനൈസ്ഡ് ക്രൈമായി. അങ്ങനെ ഓർഗനൈസ്ഡ് ക്രൈം ആയപ്പോൾ എന്ത് സംഭവിച്ചു? അതുവഴി സ്വർണ്ണം കടത്തി കഴിഞ്ഞാൽ ടാക്സ് അടച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. ആ FIR ആയി. എന്താ കുറ്റം? രാജ്യദ്രോഹ കുറ്റമാണ്. അതിൻ്റെ പേരിൽ എന്ത് ചെയ്യേണ്ടി വരും? ജീവപര്യന്തം തടവനുഭവിക്കേണ്ടി വരും, 5 ലക്ഷം രൂപ ഫൈനും. അതാണ് BNS 111 പറയുന്നത്. അപ്പോൾ BNS നിലവിൽ വന്നതിന് ശേഷം സ്വർണത്തിൻ്റെ കടത്തിൻ്റെ ഫ്ലോയിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രവുമല്ല, പോലീസ് സേന കൂടുതൽ കരുത്താർജിച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കരങ്ങൾക്ക് ശക്തി കൂടി. അപ്പോൾ പോലീസിൻ്റെ കരങ്ങൾക്ക് ശക്തി കൂടുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കതാണ്, പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്തുന്നതൊന്നും ഞാൻ അനുവദിക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ആത്മവീര്യം കെടുത്തത്തക്ക രീതിയിൽ പോലീസിന് കരുത്താർജിക്കുമ്പോൾ ആ പോലീസ് സേനയെ നിഷ്ക്രിയമാക്കാൻ വേണ്ടി ചിലർ രംഗത്ത് വരുന്നുണ്ടോ? അതിൽ PV Anwar ഉണ്ടോ? അത് മുഖ്യമന്ത്രി തെളിച്ചു പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നത്, ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് കരിപ്പൂർ വഴി സ്വർണം കടത്തുന്നവരാണെന്നും പോലീസ് സേനയെ നിർവീര്യമാക്കാൻ നടത്തുന്ന ഒരു ശ്രമമായിട്ട് മുഖ്യമന്ത്രി നരേറ്റ് ചെയ്യുമ്പോൾ അത് PV Anwarനെ ഇതുവരെയും ന്യായീകരിച്ചിരുന്നവർക്കുള്ള ഒരു മറുപടിയും അവർക്കുള്ള വ്യക്തമാക്കൽ കൂടിയായി ഞാൻ മനസ്സിലാക്കുന്നു. പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, PV Anwar ഈ വിഷയം ഉയർത്തിയതിന് തൊട്ടു പിന്നാലെ കാരാട്ട് റസാഖ് ഈ വിഷയത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നു. KT ജലീൽ രംഗത്ത് വന്നു. KT ജലീൽ ഈ വിഷയത്തെ ഉന്നയിച്ചത് പോലീസ് സേനയിൽ പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നേതാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെന്നും അങ്ങനെ ഉദ്യോഗസ്ഥർ തന്നെ ക്രിമിനലുകളായി മാറുന്ന സാഹചര്യമുണ്ട് എന്നുമാണ് KT ജലീൽ വിശദീകരിച്ചത്. പക്ഷേ അന്ന് മുതൽ PV Anwar ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ന് മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് PV മാറ്റും. ഞാൻ വ്യക്തിപരമായോ ഞാൻ രാഷ്ട്രീയമായോ PV Anwar ഏതെങ്കിലും തരത്തിൽ ഈ കടത്ത സംഘവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളെയല്ല. കാര്യം വളരെ ജെനുവിനായി ഈ വിഷയങ്ങളെ സത്യസന്ധമായി സമീപിക്കുന്നയാളാണ് PV Anwar എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആ വിവാദം ആത്യന്തികമായി ഇങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നു. ഇതൊരു പുതിയ ആംഗിളാണ്. ഈ ആംഗിളാണ് നാളെ മുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. PV Anwar എന്തിന് ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ആവർത്തിച്ചു പറയുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. വ്യക്തമായ തെളിവുകൾ മുന്നോട്ട് വയ്ക്കാതെ അതിന് ഇന്ന് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു വിശദീകരണം നൽകിയതിന് പിന്നിൽ ഇങ്ങനെയൊരു നിയമസാധ്യത കൂടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാരാട്ട് റസാഖിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. അത് PV Anwar തന്നെ അപകടം മണത്തു. കാരാട്ട് റസാഖിനെ പോലെയുള്ളവർ പെട്ടെന്ന് PV Anwarന്റെ ആരോപണത്തെ പിന്തുണയ്ക്കാൻ വന്നാൽ അത് വേറൊരു തരത്തിൽ ചർച്ച വഴിതെറ്റിപ്പോകും. അന്ന് PV Anwar ഭയന്നത് ഇന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഇനി PV Anwar നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി. ഞാൻ മനസ്സിലാക്കുന്നത് PV Anwar ഒരു ഇടത് MLA എന്ന നിലയിൽ എല്ലാ അതിരുകളും ലംഘിച്ചുവെന്ന് പാർട്ടിക്ക് വിലയിരുത്തലുണ്ട്, പാർട്ടിയിലെ നേതാക്കൾക്ക് വിലയിരുത്തലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ, രാഷ്ട്രീയമായും മുഖ്യമന്ത്രി എന്ന നിലയിലും
മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടാൻ ശ്രമിച്ചപ്പോഴെല്ലാം ആ മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് വഴങ്ങാതെ, പാർട്ടിയുടെ ലൈനിന് വഴങ്ങാതെ ഇടതുമുന്നണിയിൽ അസാധാരണമായൊരു പ്രതിസന്ധി PV അൻവർ MLA സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പാർട്ടിയിലെ അംഗങ്ങളുടെ ഇടയിലുള്ള വലിയ ചർച്ച. തുടക്കം PV അൻവർ ആ ചർച്ച കൊണ്ടുവന്നത് അവിടെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അതൊരു ഭംഗിയുണ്ടാകുമായിരുന്നു. പക്ഷേ PV അൻവർ വളരെ വാശിയോടുകൂടി, PV അൻവർ എപ്പോഴും അങ്ങനെയാണല്ലോ, വലിയ ആവേശത്തോടുകൂടി അദ്ദേഹം അങ്ങേയറ്റം കണ്ടേ അടങ്ങത്തുള്ളൂ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ സംശയിക്കുന്നത്, ഇടതുമുന്നണിയിൽ നേരത്തെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പിന്തുണ പോലും ഒരുപക്ഷെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിനെതിരെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടോ ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങൾ ഗൗരവമുള്ളതാണ്. അത് വരും ദിവസങ്ങളിൽ PV അൻവറിലെ പോരാളിയെ ശക്തിപ്പെടുത്തുമോ ദുർബലപ്പെടുത്തുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA എന്ന നിലയിൽ PV അൻവറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. ആ അതിര് അദ്ദേഹം കടന്നിരിക്കുന്നു എന്നതാണ് ഇടതുവൃത്തങ്ങളിലെ സംസാരം. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം ഓരോ ദിവസവും മാധ്യമസമ്മേളനം നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ടേക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന ആരോപണം പോലും പങ്കുപറ്റുന്നു. പക്ഷേ അത് ഒരിക്കലും ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന്, സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് പാർട്ടി അംഗമല്ലാത്ത ഒരു ഇടതുപക്ഷ MLA പറഞ്ഞാൽ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയുമില്ല. അത് പാർട്ടി അംഗങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആരോപണം ഉന്നയിക്കാം, പക്ഷേ അതിന് ഒരു തെളിവ് കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഇപ്പോഴും നിൽക്കുന്നത് വക്കും മൂലയിലുമാണ് നിൽക്കുന്നത്. വക്കും മൂലയും പൊട്ടിയ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിക്കുന്നത് എന്നതാണ് വാസ്തവം. അത് പക്ഷേ വരും ദിവസങ്ങളിൽ PV അൻവറിനെ ശക്തിപ്പെടുത്തുമോ ദുർബലപ്പെടുത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം. സുജയ. Meet the editors.